ലോറിയെ കേറ്റക്കരെ വളവ് തിരിച്ചതും ടയർ ചെളിയിട്ടാണ്. ഈ കിഴങ്ങ് എവിടെ പോയിക്കൊണ്ടിരുന്നടാ? നീ എന്റെ ട്രെയിൻ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാനില്ല. അളിയാ ഞാൻ ഇരിക്കേണ്ടത് ഇടതുവശത്തല്ലേ, വലതുവശത്തല്ലായിരുന്നോ ചെളി? ഞാൻ ഇടത്തോട്ട് തിരിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നല്ലോ അളിയൻ്റെ അടുത്ത്. എപ്പ പറഞ്ഞു? ആ ടയർ ചെളി പൂണ്ടൊരു ശേഷം പറഞ്ഞത്. ശ്രദ്ധിച്ചിരിക്കണ കഴുതേ വായി നോക്കി. വായി നോക്കണ വണ്ടി ഓടിക്കുമ്പോൾ വായി നോക്കണ ആരാണെന്ന് എനിക്കറിയാം. എന്താ ഞാൻ എല്ലാം വിളിച്ച് പറയട്ടാ. എന്ത് വിളിച്ചു എന്താ ചേച്ചി വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് പരിചയമില്ലാത്തവരെ കണ്ടാൽ ചുമ്മാ അങ്ങ് ചിരിച്ച് കാണിക്കും. വളവാണെങ്കിൽ ഭയങ്കര വളപ്പാണ്. ലോറി ഡ്രൈവർ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം. എല്ലാവർക്കും ഭയങ്കര ഹര. അത് ആണും പെണ്ണൊന്നുമില്ല, എല്ലാവരും നോക്കും. ലോറി ഡ്രൈവർ ഒരു ഹീറോയിസ് ഉണ്ട് ലോറി ഡ്രൈവറെ. അതുകൊണ്ട് എല്ലാവരും നോക്കും. അപ്പൊ നമ്മൾ അങ്ങോട്ട് നോക്കി ചിരിക്കും. അത് കുഴപ്പമുണ്ട്, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. നീ വേറെ അടുത്ത് കിടക്കുന്നില്ലടാ. എന്ത് വളപ്പെന്നാവൻ പറഞ്ഞു? എന്ത് വളപ്പാണ്? അതാ ചോദിച്ചത്, എന്ത് വളപ്പാ? വീശി എടുക്കണേ. വീശി അങ്ങ് എടുക്ക. വീശി എടുക്കല്ലേ കേക്കൂട്ടാ. അല്ലമ്മ, അച്ഛൻ പറഞ്ഞാലും കാര്യമുണ്ടേ. പൊതുവെ ആൾക്കാർക്ക് ഈ ലോറി ഡ്രൈവർമാരോടെ ഒരു വീരാരാധനയുണ്ട്. ആരാധകരിൽ ഒരാളെ പിടിച്ച് പുറത്തിടണ ഇപ്പൊ. കത്തിച്ചാളെ ഞങ്ങൾക്ക്. അച്ഛൻ കുറച്ചേ ഒന്ന് ചോദിക്കും, കൊടുത്തില്ലെങ്കിൽ തല അടിച്ച് പൊളിക്കും. ഞാൻ പറഞ്ഞു ഇവിടെ വന്നേടാ. എന്തിനാ തല അടിച്ച് പൊളിക്കണം നീ. വേണ്ടമ്മ, ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളമ്മ. എന്തത് ഞാൻ ചെക്ക് ചെയ്യണല്ലേ, പിന്നെ എന്തേ നമുക്കേ മൂവാറ്റുപുഴ ആദ്യം പോകണം. അവിടെ പോയി ടൈൽ എടുത്തിട്ട് പെരുമ്പാവൂർ വേണം സൈറ്റിൽ. അവിടെ എഞ്ചിനീയർ കാണും. അപ്പൊ എഞ്ചിനീയർ അറിഞ്ഞാ അളിയ വണ്ടി അടിക്കുന്ന കാര്യം? എന്റെ പൊന്നെ, അങ്ങനെ അന്തം വിട്ടില്ലേ? അയാൾ പറയുന്നത് ബാലു ഈ 56 വയസ്സിൽ ലോഡും കൊണ്ട് പുറക്കണല്ലോ, സമ്മതിക്കണം. നമ്മൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് കൈവിട്ട്. കലിപ്പായില്ലേ? കലിപ്പായില്ലേ? എന്ത് കലിപ്പ്? സൈറ്റിൽ ഓട്ടോ പറഞ്ഞു. ആണ്. അപ്പൊ ഞാൻ വണ്ടി എടുക്കട്ടാ? ഞാൻ വണ്ടി എടുക്കട്ടാ? വണ്ടിയാ? ഒരു കാര്യം ഞാൻ പറഞ്ഞു, എൻ്റെ അളിയനൊക്കെ തന്നെ ബന്ധം സ്വന്തമൊക്കെ ശരി തന്നെ. പക്ഷേ ബന്ധം വേറെ, ലോറി വേറെ കേട്ടാ. ഞാൻ സീനിയർ ഡ്രൈവറാണ്, നീ പിഞ്ചി കിളിയാണ്. ചില സമയം എനിക്ക് ദേഷ്യം വരും, ചിലപ്പോൾ ഞാൻ മല്ലോട്ട് അഴിച്ചു തരും. അതൊക്കെ സഹിച്ചിരിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ ഇരുന്നാൽ മതി കേട്ടല്ലേ? ആ, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ചായ കുടിക്കാൻ ഇറങ്ങുമ്പം വേണമെങ്കിൽ ചൂട് മാറുന്നതിന് മുമ്പ് ഡ്രൈവ് സെറ്റിൽ കയറി ഇരുന്നോ. ഇത് ചുമ്മാ ഇങ്ങനെ പിടിച്ച് അയക്കും. സ്റ്റാർട്ടായിക്കളെ. എനിക്ക് വേറെ വേലയില്ലല്ലോ. വയസ്സായ അളിയനെ കുറച്ച് സഹായിക്കാന്ന് വിചാരിച്ചപ്പോ ജാടാ. നോക്കിക്കോ, മറ്റന്നാ ഞാൻ പുതിയ വണ്ടി ബുക്ക് ചെയ്യും. സൂപ്പർ മാർക്കറ്റ് ഒക്കെ വിട്ട്. വാടാ, നീ കാര്യമായിട്ട് പറയണം. പിന്നെ അല്ലാതെ നീ ഡ്രൈവർ ആയിക്കോ, ഞങ്ങളെയാ. എന്തിന്? പുതിയ വണ്ടി എടുക്കല്ലേ? എടുക്കും, എടുക്കും. അപ്പോൾ നീ ഡ്രൈവർ ആയിക്കോ. നമുക്ക് കാര്യം ചെയ്യാം, ആദ്യം ഓർഡർ ഇറക്കാം. എന്നിട്ട് വണ്ടി ബുക്ക് ചെയ്ത് നാളെ വീട് പിടിക്കാം. എന്താ പറയണ്? പോണു. അടിയൊന്നും ഉണ്ടാക്കാതെ പോണേ അച്ഛാ. മാമ അടി ഉണ്ടാക്കല്ലേ, രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് പറയാൻ കേൾക്കണം. അടിച്ചു പറത്തൊന്നും വിട്ടുകളല്ലേ, പതുക്കെ പോണം. പോകില്ല, പേടിയാണ്, ഭയങ്കര പേടിയാണ്. ഞാൻ പതുക്കെ പോകും. ഇനി വാജ് അടിച്ച് സമയം കളയും. 90-100 നേരം വെളുത്താൽ ഇവിടെ എത്തുന്നല്ല, അവിടെ എത്തുമെന്നാണ് സംശയം. 90 കയറും. 150 പോണ സാർ. 150 അവൻ പറഞ്ഞാൽ പേടിച്ചു, അതല്ലേ ഞാൻ പറഞ്ഞ 90 പോകും. ഓ എടുക്കല്ലേ അളിയാ? ആടാ, ഞാൻ ബാസി അളിയാ. ബാസ്യങ്ങള് ബാസിയാ അവിടെ നിൽക്കണേ. മാമ ഞാൻ എങ്ങനെ ഞാൻ ഇതിനകത്ത് വന്നളിയാ? എന്താണ് ആരെയും പിടിച്ചിറക്കോ? അതിൽ ഇറങ്ങാൻ ബാസ്യങ്ങൾ എന്തിനു പരിപാടി? എന്തിന് കൂടിയാ? കുപ്പിയാ? വണ്ടിക്കകത്ത് കൂടിയല്ലേ അളിയാ? വണ്ടി അളിയാളേ അവിടെ ഇറങ്ങാൻ സമ്മതിച്ചല്ലേ? കളിക്കല്ലേ അളിയാ, എനിക്ക് വേറെ ആവശ്യമുണ്ടെന്ന്. അച്ഛാ, അടയ്ക്കാൻ പറ്റില്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.